അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നമ്മുടെ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ഈ പാലത്തിൻ്റെ അടിയിൽ സൗകര്യമുള്ളിടത്ത് ഏറ്റവും കംഫർട്ടായിട്ട് വളരെ റാഹത്തായിട്ട് നിന്ന് ഈ ചെക്കിങ് നടത്തുന്ന പോലീസുകാരുടെ അവസ്ഥയാണ്. അതായത് ഹൈവേയിലൂടെ മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് സൂപ്പർ ബൈക്കിൽ സൈലൻസർ ഊരിവെച്ച് വളരെ കഠോരമായ ഭീകരമായ ശബ്ദം പുറപ്പെടുവിച്ച് ജീൻസിട്ട പെൺകുട്ടികളെ പിന്നിൽ അള്ളിപ്പിടിച്ചിരുത്തി അപകടകരമായ രീതിയിൽ ഹൈവേയിലൂടെ പ്രധാന റോഡുകളിലൂടെ ബൈക്കുകളിലും മറ്റും ചീറിപ്പായുമ്പോൾ അതിനെ പിന്തുടരാനോ ആ അപകടകരമായി ഡ്രൈവ് ചെയ്യുന്ന യുവതീ യുവാക്കളെ പിടിക്കാനോ നിയന്ത്രിക്കാനോ തയ്യാറാകാത്ത പല പോലീസുകാരും ഈ ഇടവഴികളിൽ, അതുപോലെ ചില പാലത്തിൻ്റെ അടിയിൽ സർവീസ് റോഡുകളിലൊക്കെ തണലത്ത് വളരെ സുഖമായിട്ട് ഇങ്ങനെ വന്ന് നിന്ന് ചെക്കിങ് നടത്താറുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ, ബുക്കും പേപ്പറും ശരിയാണോ, പുകയിൽ മാലിന്യങ്ങളുണ്ടോ എന്നൊക്കെ വളരെ കർശനമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിലെ ഏതെങ്കിലുമൊക്കെ ക്ഷയരോഗികൾ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് വരും. വല്ല മീൻ കച്ചവടക്കാരും മീൻ വിറ്റിട്ട് തിരിച്ചു വരുന്ന വഴി ഇവരുടെ വായിൽ ചെന്നപ്പെടും. എന്നാൽ ഒന്നാന്തര ആൺകൊച്ചുങ്ങൾ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും ഈ പോലീസുകാരുടെ ശൂരത്വം, കാര്യക്ഷമത, ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ ഈ ഒരു ഊർജ്ജസ്വലത നമ്മൾ കാണാറില്ല. ഇതേപോലെയാണ് നമ്മുടെ ചില ഈമാൻ സൂക്ഷിപ്പുകാരുടെ ഈമാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇസ്ലാം ദീനിനെ ഇങ്ങനെ എല്ലാ കലർപ്പുകളിൽ നിന്നും സംരക്ഷിച്ച് വളരെ അകളങ്കമായി ഇങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ടി പാടുപെടുന്ന ചില ആളുകളുടെ അവസ്ഥ. അപ്പൊ അവര് ഇങ്ങനെ ഈ സാറിന് പറയില്ല, വലിയ ചോർച്ച അവര് കാണൂല, ചെറിയ എന്തെങ്കിലുമൊക്കെ ചോർച്ചയാണ് അവർ കാണുള്ളൂ എന്ന അർത്ഥത്തിൽ നമ്മൾ ചില പഴഞ്ചൊല്ലുകൾ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം, ഒരു ശ്രദ്ധേയമായ ഒരു വാട്സാപ്പ് പോസ്റ്റ് അത് ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ടുണ്ട്. ഈ മുസ്ലിം സമുദായത്തിലെ 3 മുർത്തദ്ദുകളെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഈ പോസ്റ്റുകാരൻ. ഇപ്പൊ മുസ്ലിം സമുദായം ശ്രദ്ധിക്കേണ്ടത്, ഈ ദീനിന്റെ അധ്യാപനങ്ങൾ മായം കലരാതെ, വ്യാഖ്യാനങ്ങളിലൂടെ കളങ്കപ്പെടാതെ പരിരക്ഷിക്കുന്നതിന് ഏറ്റവും ജാഗ്രതയോടുകൂടി വീക്ഷിക്കേണ്ട 3 ആളുകളെ ഈ കുറിപ്പുകാരൻ ഇതിൽ നമ്മളെ പരിചയപ്പെടുത്തി ഈ ഇസ്ലാം ദീനിനെ സൂക്ഷിക്കേണ്ട ആവശ്യകത നമ്മളെ തെര്യപ്പെടുത്തുകയാണ്. ആ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം സമുദായം ഏറെ ജാഗ്രതയോടെ കാണേണ്ട, സമുദായത്തിനകത്തുള്ള ഏറെ അപകടകാരികളായ 3 വ്യക്തികളെയും അവരുടെ ആശയങ്ങളെയുമാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. സമുദായത്തിന്റെ ചെലവിൽ സമുദായത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന 3 പേർ. ഒന്ന്, റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം. ഇസ്ലാമിന് പരിചയമില്ലാത്ത വിശ്വാസങ്ങളും ആശയങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഖുർആൻ പണ്ഡിതൻ എന്ന വ്യാജേന എന്നിങ്ങനെ തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആനിൽ അന്നാസ് എന്നതും ബനുവാദം എന്നതും 2 തരം മനുഷ്യരാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. അന്നാസ് ഹോമോസാപ്പിയൻസ് അല്ല, ബനുവാദമാണ് ഹോമോസാപ്പിയൻസ് എന്നൊക്കെ റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം പറഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് അയാളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇസ്ലാം ദീനിന്റെ കാര്യം പാലം അപകടത്തിൽ എന്ന് പറഞ്ഞ പോലെ അപകടത്തിലാണ്. രണ്ടാമതായിട്ട് ഈ കുറിപ്പുകാരൻ പരിചയപ്പെടുത്തുന്ന അപകടകാരി നൗഷാദ് അഹ്സനിയാണ്. AP സമസ്തയിൽ നിന്ന് പുറത്താക്കിയ നൗഷാദ് അഹ്സനി കുരുവട്ടൂര് ത്വരീഖത്ത് എന്ന പേരിൽ ഇസ്ലാമിന് സമാന്തരമായി പുതിയ ഒരു ത്വരീഖത്ത് ഉണ്ടാക്കിയതിന്റെ ആ ഭയങ്കരത ഈ കുറിപ്പുകാരൻ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യണം. പിന്നെ ഇദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അപകടകാരി CH മുസ്തഫ. അത് CH മുസ്തഫ മൗലവി എന്ന പേരിൽ കേട്ടോ,
അറിയപ്പെടുന്ന ഇദ്ദേഹം സർവമത സത്യവാദത്തിന്റെ വക്താവാണ്. അക്ബർ ദീന ഇലാഹി ഉണ്ടാക്കിയ പോലെ CH മുസ്തഫ മൗലവി വേറെ മതം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ മുന്നേറുകയാണ്. ഏതായാലും ഇവര് മൂന്നുപേരും മുർത്തദ്ദുകളാണ്, കാഫിറുകളാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പറയാൻ തയ്യാറായില്ല, പ്രസ്പഷ്ടമായിട്ട് പറയാൻ തയ്യാറായില്ല എന്നുള്ള ഒരു ഔദാര്യം ടിയാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ അളവോളം ആശ്വാസകരമാണ്. ഈ കുറിപ്പ് തന്നെ വേറെ ഒരു സ്ഥലത്ത് വായിച്ചപ്പോൾ അതിൽ 4 പേരാ ഉള്ളത്, ഇതിൽ 3 പേരായിട്ട് ചുരുങ്ങി. അപ്പൊ അത്രയെങ്കിലും ആയല്ലോ. അപ്പൊ ഏതായാലും ഇങ്ങനത്തെ ഒരു പറച്ചിൽ പണ്ട് AP-നെ കാന്തപുരത്തെ പറ്റി പറച്ചിലുണ്ടായിരുന്നു. അപ്പൊ കാന്തപുരത്തിന് കാശും പണവും ചുറ്റുപാടും സ്ഥാപനങ്ങളും അജയ്യമായ ശക്തിയും ആയി കഴിഞ്ഞപ്പോൾ മൂപ്പരെ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വളർന്നപ്പോൾ അവർക്ക് ആൾബലവും അതുപോലെ മീഡിയ സ്വാധീനവും സൗകര്യങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ പ്രതിഭകളുടെ സമ്പന്നതയും ഒക്കെ വന്നപ്പോൾ എന്തെങ്കിലും ആവട്ടെ അവരും വല്ലയിടത്തും കിടന്നോട്ടെ, വല്ലാതെ അങ്ങ് വെക്കിട്ട് കയറണ്ട എന്നുള്ള നിലയിലായി. പിന്നെ ഇത് 3 ചാവാലികളാണ്, മനസ്സിലായില്ലേ? ഒരു അങ്ങനെ വേണ്ടത്ര പിടിച്ചേരിയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 3 എണ്ണങ്ങളെ ഈ ഗണത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മനസ്സുഖം കിട്ടും. ഈത്തങ്ങളെ ചീത്ത ഈമാൻ എപ്പോൾ കൂടുന്നോ, അല്ല ഈമാൻ യസീദ് വ യൻഖുസു, ഈമാനാകുന്നത് അത് കൂടുക ജാസ്തിയാവുകയും അത് ചുരുങ്ങുകയും ചെയ്യും എന്നാണല്ലോ. അപ്പം ഈമാൻ അങ്ങ് കൂടി വരുമ്പോൾ സിയാദത്തായിട്ട് വരുമ്പോൾ ഈ 3 പേരെ അങ്ങ് മുച്ചൂടും ചീത്ത പറയാം. അപ്പോൾ ഒരു നിർവൃതി, ഒരു ആശ്വാസം കിട്ടും, മനസ്സിലായല്ലേ? അങ്ങനെ കുറച്ച് കാലം കഴിയാം. അപ്പോഴത്തേക്ക് ഇവർ 3 പേരും എങ്ങനെയെങ്കിലും 4 മുക്കാൽ ഒപ്പിച്ച് വലിയ കെട്ടിടവും വലിയ വാഹന സൗകര്യവും കുറച്ച് ആൾബലവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നേരെ മറിയും. അതാണല്ലോ കാസുള്ളോ മമ്മാലിക്ക, അതില്ലാത്തവൻ വായും പൊളിച്ചിരിക്ക എന്നാണല്ലോ. ഏറ്റവും വലിയ നബി ഈസാ നബിയോ മൂസാ നബി അല്ല, പൈസാ നബി ആണെന്നാണ് തൊടുപുഴയുള്ളൊരു കാക്ക പറഞ്ഞത്. അപ്പൊ ഈ 3 പേർക്കും അങ്ങനെ കാര്യമായിട്ട് ചിക്കിളി ഇവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഈ 3 പേരെ മെക്കിട്ട് കയറി ഈമാനിന്റെ തെളിമ, ഈമാനിന്റെ സിയാദത്ത് അതങ്ങ് ലാഹിറാക്കാമെന്ന ആൾക്കാർ വെച്ചേക്കണത്. കുറച്ചു കാലം അങ്ങനെ പോട്ടെ, മനസ്സിലായല്ലേ? ഇവിടെ മറ്റ് എല്ലാ മതങ്ങളിലും മറ്റെല്ലാ ദർശനങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും തത്വങ്ങളുടെ ആളുകളിലുമൊക്കെ ഒരുപാട് വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും വ്യാഖ്യാന ഭേദങ്ങളും ഓരോ ദിവസവും ഉണ്ടാവുന്നുണ്ട്. ബൈബിളിന് ഒരു ദിവസം 100 കണക്കിന് വ്യാഖ്യാനങ്ങൾ പ്രകാശിതമാകുന്നുണ്ട്. ഭഗവത്ഗീതയ്ക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അനുദിനം പുറത്തിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുമതം അലങ്കോലപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഹിന്ദുമതം ഇതോടുകൂടി ഇല്ലാതെയായി പോകുമോ, അത് ഛിന്ന ഭിന്നമായി പോയേക്കുമോ എന്നുള്ള തരത്തിലുള്ള യാതൊരു ആശങ്കയും അവർക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ സമുദായങ്ങളുടെ ചലനാത്മകതയുടെയും ചിന്താശേഷിയുടെയും ഒക്കെ ഒരു നിദർശനമായിട്ട് അതിനെ കാണാനുള്ള വിവേകം, പക്വത അവയോട് വിയോജിക്കുമ്പോൾ തന്നെ ബൈബിളിന്റെയും ഗീതയുടെയും ഒക്കെ അനുയായികൾക്കുണ്ട്. നമ്മുടെ ആളുകളാകട്ടെ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു ശബ്ദം കേട്ടാൽ അവരാകെ പേടിച്ചു പോവുക. പടച്ചതമ്പുരാനെ, ഈ ദീനങ്ങ് പൊളിഞ്ഞു പോവോ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഒന്നാമതായിട്ട് നമ്മുടെ ദീനിന്റെ അജയ്യതയിൽ, നമ്മുടെ ആദർശത്തിന്റെ ബലിഷ്ഠതയിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകട്ടെ, വ്യാഖ്യാനങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ സമുദായം ധൈഷണിക ആഭ്യന്തര ജനാധിപത്യമുള്ള ഒരു സമുദായമാണ് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടണം. സമുദായത്തിന്റെ പുറത്തുള്ള ആളുകൾക്കും അത് ബോധ്യമാകട്ടെ. ഇജ്തിഹാദിന്റെ കവാടം അടഞ്ഞിരിക്കുകയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഹിജറ 3-ാം നൂറ്റാണ്ടോടുകൂടി ഇജ്തിഹാദിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ടു. ആയിക്കോട്ടെ, അത് അടഞ്ഞു തന്നെ ഇരുന്നോട്ടെ. പക്ഷേ അതിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ആ ഇജ്തിഹാദിന്റെ കവാടം തുറക്കാൻ വേണ്ടി മെനക്കെടാതെ അവിടെ പോയി നിന്നുകൊണ്ട് നമ്മുടെ പാരമ്പര്യ വായനക്കാർ, നമ്മുടെ മദ്ഹബിന്റെ ആളുകൾ തന്നെ പല ഗവേഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. നമ്മളെന്ത് ചോദിച്ചാലും പറയും അതൊക്കെ മഹാന്മാരായിട്ടുള്ള ഇമാമിങ്ങളുടെ
ഈ കിതാബുകളിലുണ്ട്, ഇബാറത്തുകളിൽ വന്നിട്ടുണ്ട്. അത് കിതാബ് തിരിയാത്തത് കൊണ്ടാണ്. പക്ഷെ ചില സ്ഥലത്ത് തിരിയാത്തിടത്ത് നമ്മൾ തിരിക്കും, സ്റ്റിയറിംഗ് വെച്ച് നമ്മൾ തിരിക്കാറുണ്ട്. ഈ ക്രൈസ്തവ സമൂഹത്തിൽ എം.ബി. പോൾ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാള് ക്രൈസ്തവ സഭയിലെ പരമ്പരാഗതമായ പല വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്ത ഒരാളായിരുന്നു. ഈ എം.ബി. പോൾ ഒരു സാഹിത്യകാരനും കൂടിയായിരുന്നു, ഒരു സാഹിത്യ നിരൂപകൻ കൂടിയായിരുന്നു. അദ്ദേഹം ആണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത്. ഈ എം.ബി. പോൾ മരിച്ചപ്പോൾ അദ്ദേഹത്തെ തെമ്മാടിക്കുഴിയിലാണ് അടക്കിയത്. കത്തോലിക്ക പള്ളിയിലെ സാധാരണ സെമിത്തേരിയിൽ പുള്ളീനെ അടക്കിയില്ല. പുള്ളീനെ തെമ്മാടിക്കുഴിയിലാണ് അന്നത്തെ ക്രൈസ്തവ സഭ അടക്കാൻ സമ്മതിച്ചോളൂ. ഇതേപോലെ ക്രിസ്ത്യാനികളെ അവരുടെ വൈദിക വൃത്തിയെ, കന്യാസ്ത്രീകളെയൊക്കെ ആക്ഷേപിച്ച് പുസ്തകം എഴുതിയിരുന്ന, ആവിഷ്കാരങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ് പോഞ്ഞിക്കര റാഫി. അപ്പോൾ പോഞ്ഞിക്കര റാഫി മരിച്ചാൽ തെമ്മാടിക്കുഴിയിൽ അടക്കോളൂ എന്നാണ് പറഞ്ഞിരുന്നത്. ക്രിസ്ത്യാനി ആണല്ലോ. എന്നാൽ പോഞ്ഞിക്കര റാഫി, ഈ പോഞ്ഞിക്കര റാഫിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സബീന ടീച്ചറെ ഞാൻ നേരി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പോണ കാണുമ്പോഴൊക്കെ ഞാനും ഓർക്കുമായിരുന്നു, ഇവർ തെമ്മാടിക്കുഴിയിലേക്ക് പോകാനുള്ളവരാണല്ലോ. പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞപ്പോഴേ ആൺകുച്ചികൾ ചെയ്തിട്ട് ബഹളം ഉണ്ടാക്കി. അത് തെമ്മാടിക്കുഴിയിൽ നിങ്ങളുടെ അപ്പനെ കൊണ്ടുപോയി അടയ്ക്കിയാൽ മതി, ഇതിവിടെ നടക്കൂല, ഇവിടെ സാധാരണ കുഴിയിൽ അടക്കുള്ളൂ എന്ന് പറഞ്ഞ് പോഞ്ഞിക്കര റാഫീനെ സാധാരണ സെമിത്തേരി തന്നെയാണ് അടക്കിയത്. അപ്പം അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറേ കാലം പോകും. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ മതസമൂഹങ്ങളും മനസ്സിലാക്കേണ്ടത്, മതം അല്ലെങ്കിൽ മതദർശനം അല്ലെങ്കിൽ മത അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് അവരിൽ ആരുടെയെങ്കിലും ബാപ്പാടെ വകയല്ല. അത് വ്യാഖ്യാനിക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ഒക്കെ എല്ലാവർക്കും അവകാശവും അധികാരമുണ്ട്. അവൻ തെറ്റായ ഉദ്ദേശത്തോടു കൂടി തെറ്റായ എന്തെങ്കിലും വ്യാഖ്യാനം നടത്തുന്നുവെങ്കിൽ അവനും ദൈവവും തമ്മിൽ ആയിക്കോട്ടെ എന്ന് വെക്കാനുള്ള ഒരു ജനാധിപത്യ ബോധത്തിലേക്ക് എല്ലാ മതസമൂഹങ്ങളും വളരണം. ഇപ്പം ഏതാണ്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ അതിന് അങ്ങനെ വളർന്നിട്ടുണ്ട്. ഒരു ദിവസം തന്നെ ബൈബിളിന് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഗീതയ്ക്ക് നൂറുകണക്കിന് വ്യാഖ്യാനങ്ങൾ ഭഗവത്ഗീതയ്ക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അതനുസരിച്ച് അതിൻ്റെ ഒന്നും പിന്നാലെ ക്രിസ്ത്യാനികൾ പോണില്ല, ഹിന്ദുക്കളും പോണില്ല. അവർക്ക് ആർക്കും അത് വായിച്ച് നന്നാവാനോ ചീത്തയാവാനോ നേരമില്ല. മുസ്ലിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഏത് മൊയ്ലിയാരാണ് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയണേ എന്നാൽ ഉടനെ അവനെ കാഫറാക്കണം, അവനെ മുർത്തദ്ദാക്കണം എന്നുള്ള നിലയിൽ. എന്താ ഇതിൻ്റെ കാര്യം? നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോയാലേക്ക് പോകുന്നേ. അയാൾ അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതി അയാൾക്ക് തോന്നുന്ന അർത്ഥം പറയുമോ, കേൾക്കാൻ മനസ്സുള്ളവർ അത് കേൾക്കുമോ, അവൻ നന്നാവോ ചീത്തയാവോ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇങ്ങനെ നിങ്ങൾ ഒരുപാട് ഈ സമുദായത്തെയും ഒക്കെ ഇങ്ങനെ വലാലത്തിലാവാണ്ട് ഇങ്ങനെ കാത്തു സൂക്ഷിച്ചിട്ട് ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ, ഇവിടെ ഈ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടോ ഇല്ലയോ, ഈ രാജ്യത്ത് നിങ്ങൾ പൗരന്മാരാണോ അല്ലയോ എന്ന് ഇവിടുത്തെ ഇരുട്ടിൻ്റെ ശക്തികൾ തീരുമാനിക്കുന്ന ഒരു സമയം വന്നപ്പോൾ, ഒരു ആർജവത്തോടു കൂടി കേൾക്കാൻ കൊള്ളാവുന്ന, എടുക്കാൻ കൊള്ളാവുന്ന, മാർഗദർശകമാകാവുന്ന, ഒരു വാചകം പറയാൻ കൊള്ളാവുന്ന ഒരു മൗലവിയോ ഒരു തങ്ങളോ ഒരു വലിയോ ഒരു മസ്താനോ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? വേണമെങ്കിൽ വന്നിട്ട് പറ്റിയ പാട്ട് പാടും. മസ്താൻ ഉണ്ടാവില്ല, മാപ്പ് തരാ മസ്താന എന്നുള്ള പാട്ടില്ലേ, അങ്ങനെ പാടുന്ന അവസ്ഥയിലപ്പോൾ ഉള്ളത്. അപ്പം ഇത്രയും കാലം ഇങ്ങനെ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോകല്ല, അർത്ഥവും വ്യാഖ്യാനവും പറയുമ്പോൾ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാവുള്ളൂ, ഇല്ലെങ്കിൽ മിണ്ടരുത്. പുതിയതൊന്നും ഖുർആനിൽ നിന്ന് മനസ്സിലാക്കരുത്, മനസ്സിലാവാൻ പാടില്ല, മനസ്സിലായ അപ്പം ലലാലത്തിലായിപ്പോവും, വാല്ലും മുലില്ലും ആയിപ്പോവും എന്നൊക്കെ പറഞ്ഞ് കഴിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? കൊള്ളാവുന്ന ഏതെങ്കിലും ഈ ചരക്ക് കൂട്ടത്തിലുണ്ടോ? അപ്പം വെറുതെ ഇങ്ങനെ ഇപ്പം ഈ ആൾക്കാരെ, ഇപ്പം ഈ പാവം ഈ 3 ചാവാലികൾ അത് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നുണ്ടോ? നിങ്ങൾ എന്ത് കിതാബിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയണം? അപ്പോൾ അവർക്ക് തോന്നിയ വ്യാഖ്യാനങ്ങൾ അവർ നടത്തുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അവരുടെ നിരീക്ഷണങ്ങൾ പറയുന്നു. അത് ചിലപ്പോൾ സതുദ്ദേശത്തോടെയാകാം, ചിലപ്പോൾ ദുരുദ്ദേശത്തോടെയാകാം. അതിൽ സതുദ്ദേശമുള്ളവർക്ക് അവരുടെ നെയ്യത്തനുസരിച്ച് അള്ളാഹു അവരെ പരലോകത്ത് പുനർജീവിപ്പിക്കട്ടെ.
അല്ലാത്തവർക്ക് നരകം കൊടുക്കട്ടെ എന്ന് വിചാരിക്കാനല്ലേ പറ്റുള്ളൂ. ഈ ദൈവത്തിൻ്റെ പണി നിങ്ങൾ എടുക്കണ എന്തിനാന്നേ? നിങ്ങൾ ആരാ ഇത് ഏൽപ്പിച്ചത്? നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ അവകാശം? നിങ്ങൾ ആരാ? ഇവരാരാ? എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ? ദൈവത്തിൻ്റെ മാർഗദർശനം അത് മനസ്സിലാക്കുന്നതിൽ, ഫഹമ് ചെയ്യുന്നതിൽ 1000 പേർക്ക് ചിലപ്പോൾ 1000 രീതിയിലുള്ള മനസ്സിലാവണം ഉണ്ടായിന്ന് വരും. പക്ഷെ എന്നാലും അതിൽ ഒരു ഏകത അതിലും ഉണ്ടാവും. അത് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ ബൈബിളിൽ വന്നിട്ടും എല്ലാ ദിവസവും ക്രിസ്ത്യാനിസത്തിൽ പിളർപ്പുണ്ടാവുന്നുണ്ടോ? ഇവിടെ വ്യവസ്ഥാപിതമായിട്ട് പ്രവർത്തിക്കുന്ന എത്ര സഭകൾ ക്രിസ്ത്യാനികളിലുണ്ട്. അവരങ്ങനെ പോകുന്നു, ഹിന്ദുക്കൾ അങ്ങനെ പോകുന്നു. ആ ഹിന്ദുക്കളിലെ ഏറ്റവും തീവ്ര ശക്തിയല്ലേ ഇപ്പോൾ ഭാരതത്തെ നിയന്ത്രിക്കുന്നത്? അവരിലെ എല്ലാവരും എഴുതുന്ന എല്ലാ പുസ്തകങ്ങളിലും ഒരുപോലെയാണോ? നിങ്ങൾ മറ്റേ RSSൻ്റെ കുരുക്ഷേത്ര പ്രകാശൻ എന്നും പറഞ്ഞൊരു പ്രസാധനാലയമുണ്ട്. അവിടെ പോയാൽ അവരുടെ ആചാര്യന്മാർ തന്നെ എഴുതിയ 100 കണക്കിന് പുസ്തകങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ആ പുസ്തകങ്ങളിൽ ഓരോന്നിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ. RSSൻ്റെ ദാർശനികന്മാർ, RSSൻ്റെ ബുദ്ധിജീവികൾ, അവരുടെ തിങ്ക് ടാങ്കുകൾ എഴുതിയ പുസ്തകങ്ങൾ അവിടെ കാണും. അതിലെല്ലാം വ്യത്യസ്ത വീക്ഷണങ്ങളാണ്. എന്നിട്ടും അതിനെയൊക്കെ സ്വാംശീകരിച്ച് ഏകീകരിക്കുന്ന ഒരു പോയിന്റ് അവർക്കുണ്ട്, ഒരു കേന്ദ്ര ബിന്ദു അവർക്കുണ്ട്. ഫാസിസ്റ്റുകൾക്കുണ്ട്, RSSനുണ്ട്. അങ്ങനെ അവർക്ക് അതിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നു. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഭരണം അവർ വൈദേശിക വൈതാളികർ എന്ന് ആരോപിക്കുന്ന, വിശേഷിപ്പിക്കുന്ന ആളുകളെ എല്ലാം പുറന്തള്ളി അവരുടെ മാത്രമായ രാഷ്ട്രമാക്കി ഇതിനെ പ്രഖ്യാപിക്കാൻ പോവാണ്. അപ്പോഴാണ് ഇവിടെ കുറേ കോന്തന്മാർ 3 ചാവാലികളെ കൊണ്ടത് ഈ 3 എണ്ണവും കാഫറുകളാണ്, ഇവരെ ഒഴിവാക്കിയ ഈ സമുദായം രക്ഷപ്പെട്ടു എന്ന് പറയണത്. 1950കളിലോ 60കളിലോ എങ്ങാണ്ട് ഒരു സൗദി രാജകുമാരൻ ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുത്തപ്പോൾ അന്ന് അവിടെയുള്ള സൗദി പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു, ബഹിരാകാശ യാത്രയൊന്നും നടത്താൻ പാടില്ല. കാരണം അങ്ങോട്ട് പോകുന്ന വഴിക്കും അവിടെ ചെന്നാലും ഒതു എടുക്കാൻ എന്ത് ചെയ്യും, എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കും, അതൊക്കെ പ്രശ്നമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്നാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ആരും പറയുന്നില്ല. ഇതുപോലെ തന്നെ പലതിനെയും നമ്മൾ കാലികമായിട്ട് ഇവിടെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഏതെങ്കിലും തലതെറിച്ച പിള്ളേര് അവര് കുറച്ച് കടന്ന അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിലും അതൊന്നും വായിച്ച് എൻ്റെ പൊന്നു വരിക്കോട, ആരും ഇവിടെ ഹിദായത്തിലാകാനും പോണില്ല, വലാലത്തിലാകാനും പോണില്ല. ആളുകൾക്ക് അതിനൊട്ട് നേരവും ഇല്ല. ഇപ്പൊ നൗഷാദ് ഹസനി അല്ലെങ്കിൽ റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം, CH മുസ്തഫ മൗലവി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പാരച്യൂട്ട് വഴി എവിടെ നിന്ന് ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന ആളുകളൊന്നും അല്ലല്ലോ. നമ്മുടെ ഈ കൂട്ടത്തില്, നമ്മുടെ ഈ നാട്ടിലെ പള്ളി ദർസുകളിലൊക്കെ പഠിച്ച് അങ്ങനെ ഉണ്ടായ ആളുകളാണ്. അവര് ചിലപ്പോ പല അഭിപ്രായങ്ങൾ പറയുന്നു, അത് ഇഷ്ടമുള്ള ചില ആളുകൾ കേൾക്കുന്നു, ചില ആളുകൾക്ക് അത് ആദ്യം ശരിയാണെന്ന് തോന്നുന്നു, പിന്നെ അത് ആളുകൾ ഇനി അത് കേൾക്കണ്ട, അത് വായിക്കണ്ട, ഇനി അതിന്റെ പുറകെ പോണ്ടെന്ന് വെക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു സമൂഹത്തിൽ, ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ അനുസ്യൂതമായിട്ടുണ്ടാകുന്ന പ്രക്രിയകളാണ്. അപ്പൊ അവിടെ നമ്മള് ഇങ്ങനെ കുഫറിന്റെ ഫത്വയും ഇർത്തിദാദിന്റെ ഫത്വയും ഒന്നുമായിട്ട് നമ്മൾ ചെല്ലണ്ട, അതിനേക്ക് അതിന്റെ പാട്ടിന് വിട്ടേക്കുക. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതെന്തോ അത് മാത്രം ഇവിടെ നിലനിൽക്കും. നുരയും പതയും അതൊക്കെ അതിന്റെ സ്വാഭാവികമായ ചരമം പ്രാപിക്കും. നമ്മളത് അങ്ങനെ വിട്ടേച്ചാൽ മതി. നമ്മൾ ഈ ആളുകൾക്ക് അല്ലാഹു തആല ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, നമുക്കറിയാലോ, ആളുകൾക്ക് അവരുടെ ഫുജൂരി മനസ്ഥിതിയും അവരുടെ ഹിദായത്തിലാകാനുള്ള മനസ്ഥിതിയും ഒക്കെ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആളുകൾ വിവേചനശേഷി ഉപയോഗിച്ച് അതൊക്കെ കണ്ടെത്തിക്കോളും. നമ്മൾ ഇസ്ലാം മതത്തിന്റെ സ്വയം പ്രഖ്യാപിത മുതലാളിമാരായിട്ട്, ഓണർമാരായിട്ട് അങ്ങനെ നമ്മൾ ആരും അവതരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ RSSകാരെ കാണുന്നില്ലേ? ഭിന്ന വിരുദ്ധമായ രീതിയിൽ ആശയങ്ങൾ ആവിഷ്കരിക്കുകയും ചിന്തിക്കുകയും ചെയ്ത എല്ലാവരെയും അവര് സ്വാംശീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുത്വ ശക്തികളുടെ RSSന്റെ ഒക്കെ സംഘപരിവാർ സംഘടനകളുടെ ഒക്കെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ AK ഗോപാലന്റെ, മഹാനായ AKജിയുടെ ഫോട്ടോയും അവർ വെക്കുന്നുണ്ട്. ആ AKജി RSSന്റെ നേതാവൊന്നും ആയിരുന്നില്ലല്ലോ.
കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നല്ലോ. പക്ഷെ ആ AKGയെയും ഈ ഹൈന്ദവ സമുദായം പ്രസവിച്ച ഒരു മഹാനായ കർമ്മയോഗിയായി ഒരു നേതാവായി കാണാനുള്ള വിശാലത RSSകാർക്കുണ്ട്. അവരതിലൂടെ കൂടുതൽ ബലപ്പെടുകയാണ്, കൂടുതൽ ത്വരിതപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വൈരുദ്ധ്യങ്ങളെ സ്വാംശീകരിക്കാനുള്ള, ഇനി സ്വാംശീകരിച്ചില്ലെങ്കിലും അതിനെയെല്ലാം സമചിത്തതയോടുകൂടി സഹിഷ്ണുതയോടുകൂടി പൊറുക്കാൻ അനുവദിക്കാനുള്ള ഒരു ബൗദ്ധിക നിലവാരത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. അപ്പൊ വ്യത്യസ്തമായ ശൈലിയിൽ, വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ അഭിപ്രായ രൂപീകരണങ്ങൾ നടത്തട്ടെ, പല പല ചിന്തകൾ ഉണ്ടാകട്ടെ. ഇപ്പോ മഹാനായ EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു ഒരിക്കൽ കോഴിക്കോട്ട് വെച്ച് ചേകന്നൂർ മൗലവിനെ കണ്ടു. അപ്പൊ ഇവര് രണ്ടുപേരും സമകാലികരാണ്. ഒരുമിച്ച് എവിടെയോ കുറച്ചു കാലം അവർ ഓതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ EK ഹസൻ മുസ്ലിയാർ സഹജമായ തന്റെ സ്വസിദ്ധമായ ശൈലിയിൽ പോടാ ഹംക്കേന്ന് കണ്ടു പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ ചേകന്നൂര് ചിരിച്ചുകൊണ്ട് പോടാ മുരിക്കേന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഹംക്കായാലും വേണ്ടില്ല, മുരിക്കായാലും വേണ്ടില്ല, എല്ലാം അവിടെ കിടന്നോട്ടെ. ഇതെല്ലാം കൂടിയതാണ് ഈ സമുദായം, ഈ സമൂഹം, ഈ രാജ്യം, ഈ യാത്ര എന്ന് കാണാനുള്ള ഒരു സമതുലിതമായ മാനസികാവസ്ഥ നമ്മളെല്ലാവരും വളർത്തിയെടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.